നമ്മുടെ ഇന്നത്തെ യോഗാധ്യക്ഷനായ ബഹുമാന്യനും നമുക്കേവർക്കും ഏറ്റവും പ്രിയങ്കരനും നമ്മുടെ സമരസമിതിയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഒരാളുമായ ബഹുമാന്യനായ ശ്രീ KM വർഗീസ് അവർ, നമ്മളെവരും രായിച്ചാൻ വിളിക്കുന്ന KM വർഗീസ് അവർ, അതേപോലെ തന്നെ നമ്മുടെ സമരസമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന രാജ്കുമാർ സാർ, നമ്മുടെ ട്രഷറർ ശ്രീകല ജയൻ, പിന്നെ പ്രിയപ്പെട്ട ഓരോരുത്തരുമേ, ഇന്ന് ഈ അനിശ്ചിതകാല സമരം 67ാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. വളരെ സന്തോഷം തോന്നിയൊരു ദിവസമാണ്. കാരണം ബഹുമാന്യനായ രാജ്കുമാർ സാർ പറഞ്ഞതുപോലെ നമ്മളെ അടച്ചാക്ഷേപിച്ച് ഈ പ്ലാന്റ് ഉടമ നോട്ടീസ് വിതരണം നടത്തുമ്പോൾ അതിന് തക്കതായ മറുപടിയുമായി യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞ് കടപ്ര മലയച്ചൻ്റെ മഹാക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ പൊതുജന സമക്ഷത്തേക്ക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സത്യസന്ധമായ കാര്യങ്ങളാണ് സമരസമിതി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളത്. കടപ്രയിലെ ജനങ്ങളെയാകെ, നമ്മളെയാകെ വിഷവായു ശ്വസിപ്പിച്ച് മാറാരോഗങ്ങൾക്ക് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റിനെതിരെ പൊതുജന സമൂഹം നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ മലനാട ക്ഷേത്രത്തോടൊപ്പം തന്നെ മറ്റു പല സാമുദായിക മേലധ്യക്ഷന്മാരും സമുദായങ്ങളും നമുക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അപ്പം സത്യം എന്നായാലും ജയിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും ഈ സമരം ചെയ്യുന്നത്. അപ്പം സത്യം വിജയം കണ്ടേ, ആ ലക്ഷ്യം കണ്ടേ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ 67ാം ദിവസം നമ്മൾ സമരം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ ഈ സമരരംഗത്ത് വന്നതിന് ശേഷമാണ് പ്ലാന്റ് ഉടമ എല്ലാ കാര്യങ്ങളിലും കുറച്ചെങ്കിലും നിബന്ധനകൾ പാലിക്കാനും മറ്റും തുടങ്ങിയത്. അതിനു മുൻപ് യാതൊരു രേഖകളുമില്ലാതെ, യാതൊരു ലൈസൻസും ഇല്ലാതെ അനധികൃതമായി ഇവിടുത്തെ കുന്നും മലയും ഇടിച്ചു നിരത്തി പതിറ്റാണ്ടുകൾ അദ്ദേഹം അത്തരത്തിലുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്ത്, നാട്ടുകാരെ ചൂഷണം ചെയ്ത് വരുമാനമുണ്ടാക്കി വളർന്ന് പണം സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ സമരരംഗത്ത് വന്നതിന് ശേഷമാണ് അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായത്. സമരം ഇന്ന് ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ സമരസമിതിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഉണ്ടെന്ന് പറയുന്ന രേഖകളൊക്കെ തന്നെ ശരിയായ രീതിയിൽ സമ്പാദിച്ച രേഖകളല്ല. ഇപ്പോഴുള്ള പ്രവർത്തനാനുമതിയൊന്നും തന്നെ നിയമപരമായി നിലനിൽക്കത്തക്കതല്ല. അതേപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക് ഓർഡറിനല്ലാതെ മറ്റൊരാൾക്ക് ലീസിന് കൊടുത്ത് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി പഞ്ചായത്ത് നൽകിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെ നമ്മുടെ ജനങ്ങളെ ആകെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനം മൂലവും രാഷ്ട്രീയ സ്വാധീനം മൂലവും അദ്ദേഹം ഇത്രയും നാൾ ഇത് പ്രവർത്തിപ്പിച്ചു, തുടർന്നും പ്രവർത്തിപ്പിക്കും എന്ന് വീമ്പിളക്കുന്നുണ്ട്. അത് നമുക്കെന്തായാലും ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ. നമ്മളിവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഇവിടെ അടക്കപ്പെടേണ്ടവരാണ്. അപ്പം നമുക്ക് ഈ പ്രകൃതിയിൽ, ഈശ്വരൻ കനിഞ്ഞു തന്ന പ്രകൃതിയിൽ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ അവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ മരണം വരെയും പോരാടിയേ നമുക്ക് മതിയാവൂ. അല്ലാതെ നമ്മുടെ വരും തലമുറയ്ക്കോ ഈ പ്രകൃതിയുടെ തന്നെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനോ ഈ പ്ലാന്റ് മൂലം സാധിക്കാതെ വരുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി അണിചേരേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ സംഘടനകളും സമുദായങ്ങളും നമ്മളോട്
പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് വളരെ സന്തോഷകരമായ ഒരു സൂചനയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ സമരത്തിൻ്റെ കരുത്തും നെടുന്തൂണായി പ്രവർത്തിക്കുന്നവരുമാണ്. എല്ലാവരെയും ഞാൻ വളരെ ഹാർദവപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ 67-ാം ദിവസം ഇത്തരത്തിൽ നമുക്ക് പൊതുജന സമക്ഷത്തു നിന്നും ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ പിന്തുണ ലഭിച്ച, നേരത്തെ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെങ്കിലും രേഖാമൂലം അവരുടെ അറിയിപ്പ് ലഭിച്ച ഒരു സുദിനം കൂടിയാണ്. അപ്പം ഇത്രയൊക്കെ ആയിട്ടും നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കാതെ, സത്യത്തിൻ്റെ ഭാഗത്ത് വരാതെ മറഞ്ഞു നിൽക്കുന്ന കുറേ സമുദായങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇനി എന്നാണ് അവരിനിയും ഒരുപക്ഷെ അവർ ഈ തെറ്റിന് തന്നെ കൂട്ടുനിന്ന് അവർക്ക് ശരിയോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള വല്ല വൈമനസ്യവും അവർക്കുണ്ടായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കാലക്രമേണ അവരും നമ്മളോടൊപ്പം അണിചേരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാര്യം ഇതൊരു നാടിൻ്റെ വിഷയമാണ്, ജീവൻ്റെ വിഷയമാണ്, വരും തലമുറയുടെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്ത് ഈ മലിനീകരണത്തിനെതിരായിട്ട് പോരാടാം. ഈ 67-ാം ദിവസത്തെ യോഗം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.